നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. മഞ്ചേശ്വരത്ത് വാഹനാപകടം, നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിൽ ഇടിച്ചു, ഒരാൾക്ക് ഗുരുതരം. പണിയറിയാത്തവൻ നാട് നന്നാക്കാനിറങ്ങിയാൽ അത് നാടിന്റെ ശാപമായി മാറുമെന്ന് DGP ജേക്കബ് തോമസ്. വർത്തമാനകാലത്ത് സർവ്വമേഖലയിലും ആത്മാർത്ഥത ചോർന്നു പോവുകയാണെന്നും ജേക്കബ് തോമസ്. എഴുത്തുകാർ ജനപക്ഷത്ത് നിലകൊള്ളണമെന്ന് സാഹിത്യകാരൻ UA ഖാദർ. എഴുത്തുകാർക്ക് ഉറച്ച രാഷ്ട്രീയ നിലപാടുണ്ടാകണമെന്നും UA ഖാദർ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് വൻ ഒരുക്കം, പ്രമുഖ നേതാക്കൾ കാസർഗോട്ടെത്തും. സാമ്പത്തിക ഇടപാടിൽ വഞ്ചിച്ചതായി ആക്ഷേപം, പെട്രോൾ പമ്പ് ഉടമയുടെ സ്ഥാപനത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരവുമായി ഒരു കുടുംബം. റോഡ് സുരക്ഷാ പാഠം പകർന്ന് ഓട്ടൻതുള്ളൽ, ജനങ്ങൾക്ക് റോഡ് സംസ്കാരത്തിന്റെ പുതിയ മുഖം. വിശദമായ വാർത്തകളിലേക്ക്. മഞ്ചേശ്വരത്ത് വാഹനാപകടം, കാർ സ്കൂട്ടറിലിടിച്ച് ഒരാൾക്ക് ഗുരുതരം. ഇയാളെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്നും വരികയായിരുന്ന കാറാണ് കറോട ജംഗ്ഷനിൽ വെച്ച് സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ചത്. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആനക്കല്ല് സ്വദേശിയായ സ്കൂട്ടർ യാത്രക്കാരനെ ഗുരുതര പരിക്കുകളോടെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നോവ കാറിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ തൊട്ടടുത്ത മരത്തിൽ കൊണ്ടിടിച്ചു. മഞ്ചേശ്വരം പോലീസ് എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മംഗലാപുരത്ത് നിന്ന് ധർമ്മത്തടുക്കയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പണിയറിയാത്തവർ നാട് നന്നാക്കാനിറങ്ങിയാൽ അത് നാടിന്റെ ശാപമായി മാറുമെന്ന് DGP ജേക്കബ് തോമസ് പറഞ്ഞു. പത്രപ്രവർത്തകനായ TA ഷാഫിയുടെ ദേശക്കാഴ്ച എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളക്ടർ PS മുഹമ്മദ് സഗീറിന് പുസ്തകം നൽകിയാണ് DGP ജേക്കബ് തോമസ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. തളങ്കര മുസ്ലിം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1991-92 ബാച്ചിലെ വാർഷികാഘോഷ വേളയിലായിരുന്നു പ്രകാശന കർമ്മം. ധൈര്യമാണ് ഒരുവനെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അവനവൻ ചെയ്യുന്ന തൊഴിൽ നല്ല പ്രാവീണ്യമുണ്ടായിരിക്കണം. അതിനുവേണ്ടത് മറ്റുള്ളവർ സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കലാണെന്നും DGP പറഞ്ഞു. ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ആവിഷ്കരിക്കാനും അത് ജനങ്ങളുടെ മനസ്സിലേക്ക് പകർത്താനുള്ള, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സ് പകർത്തി അത് മറ്റുള്ളവരിലേക്ക് പകർത്താനൊക്കെയുള്ള കഴിവ് അത് ഉള്ള ആളാണ്. അങ്ങനെ അല്ലാത്തവരാകുമ്പോൾ നമ്മുടെ നാട്, നമ്മൾ ഈ പറയുന്ന ഓരോ തൊഴിലും ചെയ്യുന്നത് നമുക്ക് വേണ്ടി കൂടെയാണ്. പക്ഷെ നമുക്ക് വേണ്ടി ആകുമ്പോൾ കൂടി മറ്റുള്ളവർക്ക് വേണ്ടിയാകും. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ ഈ അറിവ്, സ്കില്ല്, അത് ഏറ്റവും നല്ല സ്കില്ല്, അതായത് ബെസ്റ്റ് സ്കില്ലായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നാട് വികസിക്കത്തുള്ളൂ. അപ്പോൾ നാട് വികസിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ആ നാട് വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് നല്ല സ്കില്ലില്ല എന്നുള്ളതുകൊണ്ടാണ്. PV കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കവി മുരുകൻ കാട്ടാക്കട, റഫീഖ് അഹമ്മദ്, ഫൈസൽ അളേറ്റിൽ, നൌഫൽ തളങ്കര, TA ഷാഫി, TA ഇബ്രാഹിം, K ഷുഹൈബ് തുടങ്ങിയവർ സംബന്ധിച്ചു. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നും പിന്മകൾക്കു നിറച്ചു വന്ന് ചന്തമെന്നും മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. എഴുത്തുകാരൻ ജനപക്ഷത്ത് നിലകൊള്ളണമെന്ന് സാഹിത്യകാരൻ UA ഖാദർ പറഞ്ഞു. ഉറച്ച രാഷ്ട്രീയ നിലപാടുകളുള്ളവരായിരിക്കണം എഴുത്തുകാരെന്നും അദ്ദേഹം തളങ്കരയിൽ സംഘടിപ്പിച്ച തിരുമുറ്റത്ത് എന്ന പരിപാടിയിൽ സംസാരിക്കവേ അഭിപ്രായപ്പെട്ടു. തളങ്കര മുസ്ലിം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1991-92 SSLC ബാച്ചിന്റെ തിരുമുറ്റമാണ് നവ്യാനുഭവമായി മാറിയത്. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സാഹിത്യ സംഗമം പ്രശസ്ത എഴുത്തുകാരൻ UA ഖാദർ ഉദ്ഘാടനം ചെയ്തു. അവാർഡുകളും സ്ഥാനമാനങ്ങളും വലിച്ചെറിഞ്ഞല്ല, രാഷ്ട്രീയ നിലപാടുകളോടെ സർഗാത്മകമായി പ്രതികരിക്കുകയാണ് എഴുത്തുകാരൻ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരെഴുത്തുകാരന് കിട്ടുന്ന അംഗീകാരം, ഒരെഴുത്തുകാരന് കിട്ടുന്ന അവാർഡ് പോലുള്ള കാര്യങ്ങൾ
അത് ആ എഴുത്തുകാരൻ്റെ കാലഘട്ടം, ആ എഴുത്തുകാരൻ്റെ സർഗാത്മകമായ കഴിവുകളെ മാനിച്ചുകൊണ്ട് നൽകുന്ന ആ ഒരു പാരിതോഷികം ഇങ്ങനെ അമർഷത്തിന് വലിച്ചെറിയാനുള്ളതല്ല. എഴുത്തുകാരൻ്റെ അമർഷം, എഴുത്തുകാരനാണെങ്കിൽ കലാകാരനാണെങ്കിൽ ആ രംഗത്തുള്ള തൻ്റെ സർഗാത്മകമായ കഴിവുകളെ വിനിയോഗിച്ചുകൊണ്ടാണ്. ആ സർഗാത്മകമായ കഴിവുകളെ വിനിയോഗിക്കുന്നതിന് പകരം ഈ അവാർഡ് വലിച്ചെറിയുകയും കമ്മിറ്റിയിലെ അംഗത്വം ഉപേക്ഷിക്കുകയും അത് വലിയ കാര്യമായി കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും മാറി എഴുത്തുകാരൻ ഈ കാലഘട്ടത്തിൽ താൻ എവിടെ നിൽക്കുന്നു, താൻ എന്തിനു വേണ്ടി എഴുതുന്നു, തൻ്റെ ലക്ഷ്യമെന്ത്, പരമമായ ലക്ഷ്യമെന്ത് എന്നതിനെക്കുറിച്ച് ഗൗരവത്തോടുകൂടി ആലോചിക്കുകയും അതിന് ഏത് പ്രസ്ഥാനമാണ് തനിക്ക് അനുകൂലമായി തോന്നുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ പക്ഷം ചേരുകയും ആ പ്രസ്ഥാനത്തിന് ശക്തി പകരുന്ന രീതിയിൽ തൻ്റെ സർഗാത്മകമായ കഴിവുകൾ വിനിയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് എഴുത്തുകാരൻ കാലഘട്ടത്തോട് നീതി പ്രവർത്തിക്കുന്നത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ചടങ്ങിൽ റഹ്മാൻ തായലങ്ങാടി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, രത്നാകരൻ മാങ്ങാട്, പി കെ പനിയാൽ, ഇബ്രാഹിം ബേവിഞ്ച, മധൂർ ഷെരീഫ്, നാരായണൻ പേരിയ, എൻ നൌഷാദ്, ഹസൻ പതിക്കുന്നിൽ, PV സർഫ്രാസ്, KM സിയാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് വന്നൊരുക്കം. ജനുവരി 15-ന് PB അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മതനിരപേക്ഷ അഴിമതിരഹിത വികസന കേരളം എന്ന സന്ദേശവുമായാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിക്കുന്നത്. നവകേരള മാർച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ജനുവരി മാസം 15-ന് കേരളത്തിൻ്റെ വടക്കേയറ്റത്ത് നിന്ന് ആരംഭിക്കുന്ന നവകേരള മാർച്ച് ഉപ്പളയിലെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെയും ജില്ലയിലെ മറ്റ് സ്വീകരണങ്ങളുടെയും എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുകയാണ്. പാർട്ടിയുടെ PB അംഗം പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മാർച്ച് ജനുവരി 15-ന് വൈകുന്നേരം 3 മണിക്ക് ഉപ്പളയിൽ പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറിയും PB അംഗവുമായ പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉദ്ഘാടന വേളയിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിക്കും. നവകേരള മാർച്ചിൽ പിണറായി വിജയന് പുറമെ MV ഗോവിന്ദൻ മാസ്റ്റർ, PK സിനിമ, KT ജലീൽ, MB രാജേഷ് MP, PK ബിജു MP, A സമ്പത്ത് MP, KJ തോമസ് തുടങ്ങിയവരാണ് അംഗങ്ങൾ. വാർത്താ സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടറി KP സതീശചന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CH കുഞ്ഞമ്പു തുടങ്ങിയവർ സംബന്ധിച്ചു. ഗൾഫിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പെട്രോൾ പമ്പ് ഉടമയുടെ സ്ഥാപനത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തും. കുറ്റിക്കൊല്ല് അബൂബക്കറും കുടുംബവുമാണ് സമരത്തിന് ഒരുങ്ങുന്നത്. അബൂബക്കറും കുടുംബവും വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അബുദാബിയിൽ വ്യാപാരിയായിരുന്നു അബൂബക്കർ. ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നും കാഞ്ഞങ്ങാട്ടെ നാരായണൻ പാലക്കി എന്നയാൾ 7,11,00,000 രൂപയുടെ ഇലക്ട്രിക് സാധനങ്ങൾ വാങ്ങുകയും ചെക്ക് നൽകി വഞ്ചിക്കുകയും ചെയ്തുവെന്ന് വാർത്താസമ്മേളനത്തിൽ N ഇബ്രാഹിം ഹാജി ആരോപിച്ചു. നാരായണൻ പാലക്കിയുടെ ഉടമസ്ഥതയിൽ മാവുങ്കാലിൽ പെട്രോൾ പമ്പ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അതുപോലെ കൊച്ചിയിലും സ്ഥാപനങ്ങൾ തുടങ്ങി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ BV രമേശിൻ്റെയും കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ P ഗോപിനാഥിൻ്റെയും സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തു. നാരായണൻ കൊടുക്കാനുള്ള തുക 8 മാസം കൊണ്ട് തീർത്തു കൊടുക്കാമെന്നും അതുവരെ പെട്രോൾ പമ്പ് അബൂബക്കറിൻ്റെ പേരിൽ എഴുതി വെക്കാമെന്നും തീരുമാനമായി. എന്നാൽ തൊട്ടടുത്ത ദിവസം നാരായണൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്ന നാരായണനെ ഞങ്ങൾ സമീപിക്കുകയും നാരായണൻ പല ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് നാരായണൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനെതിരായിട്ട് ഈ നാരായണൻ്റെ പൈസ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാർഗമല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് കണക്കാക്കി നാരായണൻ്റെ ഉടമസ്ഥയിലുള്ള പെട്രോൾ പമ്പും മാവുങ്കാലിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പും ദേവ് ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കാഞ്ഞങ്ങാടുണ്ട്. അതിലും അവൻ്റെ വീട്ടിലും ഞങ്ങൾ ഈ 15-ാം തീയതിക്കകം നമുക്ക് പൈസ തന്ന് ശരിയാക്കിയില്ലെങ്കിൽ 16-ാം തീയതി സമരം നടത്താനാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ചേർന്ന് ആ പമ്പിൽ ആദ്യമായി സമരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ സമരം എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഖ്യ പരിപൂർണമായും ഞങ്ങൾക്ക് ലഭിക്കുന്നത് വരെ ഞങ്ങൾ സമരം കിടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതല്ലാതെ ഒരു തരത്തിലും ഒഴിഞ്ഞു പോവുകയില്ല എന്നാണ് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ അബൂബക്കറിൻ്റെ പിതാവ് N ഇബ്രാഹിം ഹാജി, സഹോദരൻ അബ്ദുൾ സമദ് എന്നിവർ പങ്കെടുത്തു.
KCB കരാർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഹാളിലായിരുന്നു പരിപാടി. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം മാർച്ചിൽ പാലക്കാട് നടക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. മാർച്ച് 19-20 തീയതികളിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് M. മനോജ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയഘോഷ്, P. മുരളീധരൻ, C. K. കരുണാകരൻ, ജോർജ് വർഗീസ്, M. R. ജോസഫ്, സംസ്ഥാന ട്രഷറർ സതീഷ് കുമാർ, പത്മകുമാർ, ജില്ലാ സെക്രട്ടറി A. സുധീഷ്, A. സുധാകരൻ, K. ധനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി വകുപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് P. കരുണാകരൻ MP ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച നിവേദനം പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും നൽകിയിട്ടുണ്ടെന്നും MP പറഞ്ഞു. ഒന്നാം UPA കാലത്താണ് പ്രവാസി വകുപ്പ് രൂപവൽക്കരിച്ചത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മറ്റൊരു ജനവിരുദ്ധ നയമാണ് പ്രവാസി വകുപ്പ് വേണ്ടെന്ന് വെച്ചതെന്ന് P. കരുണാകരൻ MP പറഞ്ഞു. വിദേശകാര്യ വകുപ്പിന്റെ പ്രവാസി വകുപ്പ് ലയിപ്പിക്കുന്നതോടെ ഈ വകുപ്പ് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇതിൽ പ്രവാസികൾക്ക് ആശങ്കയും എതിർപ്പുമുണ്ട്. ഈ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. റോഡ് സുരക്ഷാ ബോധവൽക്കരണം പകർന്ന് ഓട്ടൻതുള്ളൽ. കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി നവ്യ അനുഭൂതിയായി മാറി. റോഡ് സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ജില്ലാ മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഓട്ടൻതുള്ളൽ പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഓട്ടംതുള്ളലിലൂടെ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാത്തതിന്റെ ആവശ്യകത, അമിതവേഗത, മദ്യപിച്ചും സെൽഫോൺ ഉപയോഗിച്ചും വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ സദസ്സിന് കൈമാറി. ഓട്ടംതുള്ളൽ കലാകാരൻ TV രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിപാടി അവതരിപ്പിച്ചത്. റോഡ് സുരക്ഷാ വാരാചരണം നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഈ 2016 ഒരു അപകട മരണവും ഇല്ലാത്ത ഒരു വർഷമാകട്ടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒന്ന് ഉണ്ടായി. ഇനി രണ്ടാമതൊരു റോഡ് അപകട മരണം ഈ 2016 ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ മുഖ്യപ്രഭാഷണം നടത്തി. മലപ്പുറം ജോയിന്റ് RTO K. രാജേഷ് ക്ലാസ് എടുത്തു. കാസർഗോഡ് ജോയിന്റ് RTO അബ്ദുൽ ഷുക്കൂർ കൂടക്കല്ല്, മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ VK ദിനേഷ് കുമാർ, M. വിജയൻ, വേണുഗോപാലൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ പ്രദീപ്, സൂരജ് മൂർക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ RTO PH സാദിഖലി സ്വാഗതവും AK രാജീവൻ നന്ദിയും പറഞ്ഞു. ഉദ്യാവാരയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഉദ്യാവാര 1000 ജമാഅത്തിൽ നടക്കുന്ന ഉറൂസിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി പേർ ക്യാമ്പിൽ രോഗനിർണയ പരിശോധനയ്ക്കായി എത്തിച്ചേർന്നു. ഉദ്യാവാര 1000 ജമാഅത്തിന്റെ കീഴിലുള്ള അൽ സഖാഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു പരിപാടി. ഉദ്യാവാര ജമാഅത്ത് കമ്മിറ്റി ദുബൈ ശാഖയും മംഗലാപുരം KMC ഹോസ്പിറ്റലും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജമാഅത്ത് പ്രസിഡന്റ് അത്താവുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഈ മഹത്തായ പരിപാടി തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. ഞാൻ ആദ്യമായി ദുബൈ കമ്മിറ്റിക്ക് എൻ്റെ സ്വന്തം നിലയിലും കമ്മിറ്റിയുടെ വകയായും നമ്മുടെ ജമാഅത്തിൻ്റെ വകയായും ഞാൻ അനുമോദനം അറിയിക്കുന്നു. കാരണം അവർ ചെയ്യുന്നത് സമൂഹത്തിന് വിലപ്പെട്ട ഒരു സംഭാവനയാണ്. ദുബായ് കമ്മിറ്റി മെമ്പർ കുഞ്ഞിപ്പ ഹാജി അധ്യക്ഷത വഹിച്ചു. ഉദ്യാവാര 1000 ജമാഅത്ത് മഹാ ഉറൂസ് പ്രമാണിച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ അനീസ് ദുബൈ, ഇബ്രാഹിം ഉമർ ഹാജി, അനീസ് കുറ്റിക്കാട്, കുഞ്ഞ മുഹമ്മദ് മുക്രി, അബ്ദുൾ റഹ്മാൻ ഉദ്യാവാര, KMC ആശുപത്രിയിലെ ഡോക്ടർമാരായ സുരേന്ദ്രൻ, ദിവാകരൻ, ഖാദർ ഫാറൂഖ്, PA അനീഫ് എന്നിവർ പങ്കെടുത്തു. പാടി പുള്ളിക്കരിങ്കാളി ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ജനുവരി 16 മുതൽ 26 വരെ നടക്കും. ഇതോടനുബന്ധിച്ച് നവീകരണ പുനഃപ്രതിഷ്ഠയും ബ്രഹ്മകലശവും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 16 രാവിലെ 9:30 താളമേളങ്ങളുടെ അകമ്പടിയോടെ കലവറ നിറക്കൽ ഘോഷയാത്ര പാടി മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് പാടി പുള്ളിക്കരിങ്കാളി ക്ഷേത്ര സന്നിധിയിലെത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാവും. എടനീർ മഠത്തിലെ സ്വാമി കേശവാനന്ദ ഭാരതിയെ പൂർണ്ണ കുംഭത്തോടെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും.
തുടർന്ന് സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണവും നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 20-ന് സാംസ്കാരിക സമ്മേളനം നടക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ ഉണ്ടാകും. ജനുവരി 26-ന് ഭണ്ഡാര വീട്ടിൽ പടിഞ്ഞാർ ചാമുണ്ടിയുടെ കോലത്തോടുകൂടി ഉത്സവത്തിന് കൊടിയിറങ്ങും. ജനുവരി 16 ശനിയാഴ്ചയാണ് രാവിലെ 6 മണി മുതൽ സമൂഹ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് രാവിലെ 9:30 കലവറ നിറക്കൽ ഘോഷയാത്ര ശ്രീ പാടി മീത്തല വീട്ടിൽ നിന്നും പിന്നീട് 4 മണിക്ക് വരവേൽപ്പ് പാടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ ചണ്ടമേളം അതുപോലെ മുത്തുക്കുട എന്നിവ അകമ്പടിയോടുകൂടി ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടുന്നു രാവിലെ 9:30. അതോടൊപ്പം വൈകുന്നേരം 4 മണിക്ക് തന്ത്രിമാർക്ക് വരവേൽപ്പാണ്. പിന്നീട് 17-ാം തീയതിയാണ് ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ ഗണപതി ഹോമത്തോടുകൂടി പരിപാടി ആരംഭിക്കുന്നു. 10 മണിയോടുകൂടി കലവറ നിറക്കൽ ഘോഷയാത്ര ബേവിഞ്ച പ്രദേശത്ത് നിന്നും പുറപ്പെടുന്നതാണ്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്നും പുറപ്പെടുന്നതാണ് കലവറ നിറക്കൽ. പിന്നീട് വൈകുന്നേരം 5 മണിയോടുകൂടി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടന യോഗമാണ്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് മാധവൻ മലങ്കാട്, കുഞ്ഞികൃഷ്ണൻ നായർ, നാരായണൻ ചാലക്കര, മുരളീധരൻ കൊല്ലമ്പാടി, സുനിൽകുമാർ, CV കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തലയെടുക്കം ഖനനത്തിനെതിരായ സമരം പൂർണ്ണ വിജയത്തിലേക്ക്. ഖനന പ്രദേശത്ത് നിന്ന് യന്ത്രസാമഗ്രികൾ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. ഖനനം പൂർണ്ണമായി അവസാനിപ്പിച്ചത് ജനശക്തിയുടെ പൂർണ്ണ വിജയമായിരുന്നുവെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. വടക്കൻ ജില്ലയായ കാസർഗോഡിനെ കേരളത്തിന്റെ രാഷ്ട്രീയവും പാരിസ്ഥിതികവുമായ സമീപകാല ചർച്ചകളിലേക്ക് കൊണ്ടുപോയത് തലയെടുക്കം ഖനനവുമായി ഉയർന്നു വന്ന വിവാദങ്ങളാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്നതോടെ ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ച് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങി. 7 മാസം നീണ്ടുനിന്ന ശക്തമായ ജനകീയ സമരം സമ്പൂർണ്ണ വിജയത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. തലയെടുക്കം ഖനനം കേവലം ഒരു പ്രദേശത്തിന്റെ മാത്രം രോദനമായി ഒടുങ്ങിയില്ല എന്നതാണ് വാസ്തവം. സാമ്പത്തിക ലാഭവും അധികാരവും പരസ്പരം കൈകോർത്ത് ഖനന പദ്ധതി സജീവമാക്കിയപ്പോൾ അതിനെതിരെ ജനകീയ സമരസമിതി രൂപം കൊള്ളുകയും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ സമരത്തിൽ അണിനിരക്കുകയും ചെയ്തു. മലയോരത്ത് ആരോരും അറിയപ്പെടാതെ കിടന്ന ഒരു പ്രദേശം അങ്ങനെ പാരിസ്ഥിതിക സംരക്ഷണത്തിനായി നടന്ന ഒരു സമരത്തിന്റെ പേരിൽ ചരിത്രത്തിൽ ഒഴിവാക്കാനാകാത്ത പേരായി മാറുകയാണ്. വരും കാലത്ത് പാരിസ്ഥിതിക സംരക്ഷണ സമരങ്ങൾക്ക് ശക്തി പകരുന്ന നാമധേയമായി തലയെടുക്കം മാറുമെന്ന കാര്യവും ഉറപ്പാണ്. സമരത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ആകെ 2 മുദ്രാവാക്യങ്ങളെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒന്ന്, ഖനനം അവസാനിപ്പിക്കുക, തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക. ആ തൊഴിലാളികളെ ഖനനം അവസാനിപ്പിച്ചു. അതോടൊപ്പം തന്നെ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിധുബാലയുടെ നേതൃത്വത്തിൽ മന്ത്രിയെ വീണ്ടും കണ്ടത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ആലോചന കൂടി നടത്തണമെന്ന് MDയെ വിളിച്ച് പറയുകയും പിന്നെ അഥവാ ആർക്കെങ്കിലും VRS എടുക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സൗകര്യം കൂടി ചെയ്തുകൊണ്ട് മറ്റേതെങ്കിലും കമ്പനിയിലേക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള പുനരധിവാസമായി ആലോചിച്ച് തീരുമാനിക്കാമെന്ന് മന്ത്രി പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദക സംഘത്തിനും കൊടുത്ത ഉറപ്പ്. തലയെടുക്കത്ത് ജനകീയ സമരത്തെ തുടർന്ന് ഖനന പദ്ധതി നിർത്തിവച്ചിരുന്നു. ഖനനം പൂർണ്ണമായും നിർത്തുന്നതിന്റെ സൂചനയായി യന്ത്രസാമഗ്രികൾ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന ജോലി കമ്പനി ആരംഭിച്ചിരിക്കുകയാണ്. കമ്പനിക്കെതിരായ പ്രതിഷേധം കണക്കിലെടുത്ത് കിന്നന്നൂർ കടന്നല പഞ്ചായത്ത് പ്രസിഡന്റ് വിധുബാലയുടെ സാന്നിധ്യത്തിലാണ് യന്ത്രസാമഗ്രികൾ മാറ്റുന്ന പ്രവർത്തനം ആരംഭിച്ചത്. തലയെടുക്കത്തിന്റെ പ്രകൃതിദത്തമായ സൗന്ദര്യവും ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം പരിസ്ഥിതി സ്നേഹികളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഓരോ പ്രദേശവാസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, ചോയംകുട. ആക്ഷൻ കൗൺസിലും സമരസമിതിയും സംഘടിപ്പിക്കുന്ന പണിമുടക്കിന്റെ മുന്നോടിയായി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ജീവനക്കാർ പ്രകടനം നടത്തി. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു പരിപാടി. പ്രതിലോമകരമായ ശുപാർശകൾ തള്ളിക്കളഞ്ഞ് ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, തസ്തികകൾ വെട്ടിക്കുറക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, വിലകയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൗൺസിൽ സമരസമിതി ജനുവരി 12-ന് സൂചനാ പണിമുടക്ക് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ പ്രകടനം സംഘടിപ്പിച്ചത്. KSTS സംസ്ഥാന നിർവാഹക സമിതി അംഗം K. രാഘവൻ മാസ്റ്റർ, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം VC മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് M. സലീം സ്വാഗതം പറഞ്ഞു. KP ഗംഗാധരൻ, CH പ്രദീപ് കുമാർ, A. പവിത്രൻ, തമ്പാൻ പവിത്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജയിൽ ക്ഷേമ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഹൊസ്ദുർഗ് ജില്ലാ ജയിലിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്.
ഹോസ്ദുർഗ് ജില്ലാ ജയിലിലെ ജയിൽ ക്ഷേമ ദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇ ചന്ദ്രശേഖരൻ MLA ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ L സുലേഖ അധ്യക്ഷയായി. കോഴിക്കോട് പ്രിസൺസ് DIG ശിവദാസ് K തൈപ്പറമ്പിൽ മുഖ്യ അതിഥിയായിരുന്നു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് സുനിത നന്ദൻ, കോഴിക്കോട് റീജിയണൽ വെൽഫെയർ ഓഫീസർ VP സുനിൽകുമാർ, കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിൽ സൂപ്രണ്ട് K വേണു, K ദിനേശ്, N ഗിരീഷ് കുമാർ, വിജയ മുകുന്ദ്, V ജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സമയ പ്രധാന വാർത്തകൾ വീണ്ടും. മഞ്ചേശ്വരത്ത് വാഹനാപകടം, നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിൽ ഇടിച്ചു, ഒരാൾക്ക് ഗുരുതരം. പണിയറിയാത്തവൻ നാട് നന്നാക്കാൻ ഇറങ്ങിയാൽ അത് നാടിന്റെ ശാപമായി മാറുമെന്ന് DGP ജേക്കബ് തോമസ്. വർത്തമാനകാലത്ത് സർവ്വമേഖലയിലും ആത്മാർത്ഥത ചോർന്നു പോവുകയാണെന്നും ജേക്കബ് തോമസ്. എഴുത്തുകാർ ജനപക്ഷത്ത് നിലകൊള്ളണമെന്ന് സാഹിത്യകാരൻ UA ഖാദർ. എഴുത്തുകാർക്ക് ഉറച്ച രാഷ്ട്രീയ നിലപാടുണ്ടാകണമെന്നും UA ഖാദർ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് വൻ ഒരുക്കം, പ്രമുഖ നേതാക്കൾ കാസർഗോട്ടെത്തും. സാമ്പത്തിക ഇടപാടിൽ വഞ്ചിച്ചതായി ആക്ഷേപം, പെട്രോൾ പമ്പ് ഉടമയുടെ സ്ഥാപനത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരവുമായി ഒരു കുടുംബം. റോഡ് സുരക്ഷാ പാഠം പകർന്ന് ഓട്ടൻതുള്ളൽ, ജനങ്ങൾക്ക് റോഡ് സംസ്കാരത്തിന്റെ പുതിയ മുഖം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.